എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹൽവയുടെ റെസിപ്പി നോക്കാം. ഈ ഒരു ഹൽവ വളരെ സോഫ്റ്റാണ്, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു ഹൽവയാണ്. അപ്പോൾ നമ്മൾ ഈ ഹൽവ തയ്യാറാക്കി എടുക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ റവ വെച്ചിട്ടാണ്. ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന റവ വെച്ചിട്ടുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ് ഇത്. ഇതിന് മുൻപ് ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ടും അതുപോലെ മറ്റ് 2 രീതിയിലുള്ള ഹൽവയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അധികം താമസിയാതെ ഈ ഒരു റവ വെച്ചിട്ടുള്ള ഹൽവ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ സാധാരണ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന റവയാണ്. ചെറിയ തരികളുള്ള റവയാണ് ഞാൻ എടുത്തത്. കുറച്ചുകൂടെ വലിയ തരികളായാലും കുഴപ്പമില്ല. ഇനി ഈ റവ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുൻപ് ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഈസി ഹൽവ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിലല്ല ഈ ഒരു ഹൽവ ചെയ്യുന്നത്. ഈ റവയിലേക്ക് ഞാനിനി ഒരു 3 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 2 കപ്പാണ്. അതിനുശേഷം 1 കപ്പ് കൂടി ഒഴിച്ചിട്ട് 3 കപ്പ് വെള്ളം മൊത്തത്തിൽ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇത് നന്നായിട്ട് കുതിർത്തതിന് ശേഷം നമുക്ക് ഈ ഒരു റവയുടെ പാല് എടുത്തിട്ടാണ് നമ്മൾ ഹൽവ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് അടച്ച് മാറ്റി വെക്കാം. നമുക്ക് ഇതൊരു 2 മുതൽ 3 മണിക്കൂർ വരെ ഈ ഒരു റവ നമ്മളൊന്ന് മാറ്റി വെക്കണം. ഇപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു 3 മണിക്കൂറിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ റവ നന്നായിട്ട് കുതിർന്ന് താഴെ അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് ഇതിൻ്റെ പാല് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ പാല് നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വളരെ തിന്നായിട്ടുള്ള ഇതുപോലെ ഒരു തുണി എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ കിഴുത്തകളുള്ള എടുത്തിട്ടും ഇത് അരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു കോട്ടൺ തുണിയിലേക്കാണ് ഈ ഒരു റവയും പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ നീര് എടുക്കുക. അപ്പോൾ ഇത് മുഴുവൻ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആദ്യത്തെ തവണ ഇതുപോലെ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ബാക്കി വരുന്ന ആ ഒരു റവയുടെ കൂട്ടിലേക്ക് വീണ്ടും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുകയാണെങ്കിൽ എല്ലാ പാലും നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ കൈവച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ നമ്മൾ ആദ്യത്തെ തവണ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ബാക്കി കുറച്ച് വന്നിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഇതാണ് ബാക്കിയുള്ള റവയുടെ കൂട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് വീണ്ടും ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ മുഴുവനും ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലത് കട്ടിയായിട്ടുള്ള നല്ലൊരു പാല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാലാണ് ഇനി നമ്മൾ ഹൽവയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാല് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊന്ന് അളന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കപ്പ് എന്ന് പറയുന്നത് 1/2 ലിറ്ററിൻ്റെ ഒരു കപ്പാണ്, അതായത് 500 ml. അപ്പോൾ ഇതിന് 2 കപ്പ് പാല് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതായത് 1 ലിറ്റർ പാല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാലാണ് ഇനി നമ്മൾ കുറുക്കിയതിന് ശേഷം ഹൽവയാക്കി എടുക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ഹൽവ ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ് ഈ ഒരു ഹൽവ തയ്യാറാക്കി എടുക്കാൻ. അതില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് ഈ ഒരു ഹൽവ നന്നായിട്ട് കുറുക്കിയെടുക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ഇത് കുറുകി വന്നിട്ടുണ്ടാകും. ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇതൊരു കുറുക്ക് പോലെ ആയിട്ടുണ്ടാകും. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട് 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു മീഡിയം അളവിലാണ് മധുരം ചേർത്തത്. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈ നെയ്യ് ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇത് ഇടവിടാതെ തന്നെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇത് കുറുകി വരും തോറും നമ്മൾ ഓരോ ടീസ്പൂൺ നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് കുറുക്കിയെടുക്കാം.
അപ്പോൾ ഇതൊരു കുറച്ച് സമയം എടുത്താണ് ഈ ഒരു ഹൽവ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് മണത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കപ്പൊടി കഴിഞ്ഞാൽ ഇതിലേക്ക് കളർ വേണമെങ്കിൽ കളർ ചേർക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാം. അപ്പോൾ ഫോട്ടോ ഇടുന്നത് കൊണ്ടാണ് ഞാനിവിടെ ഒരു പച്ച കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് കളറ് കൊടുക്കുക. കുറച്ച് ഗ്രീൻ കളറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇടവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നട്ട്സും അതുപോലെ തന്നെ കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കാഷ്യൂനട്ട് ഒന്ന് ചെറുതായിട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് ബദാമും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഹൽവ നന്നായിട്ട് കട്ടിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഹൽവ പാത്രത്തിൽ നിന്നും ഇതുപോലെ വിട്ട് വരുന്നൊരു പരുവം വരെ ആകുമ്പോൾ നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് തീ ഓഫ് ചെയ്യാനായിട്ട്. ഇതുപോലെ പാത്രത്തിൽ നിന്ന് മൊത്തത്തിൽ ഇതുപോലെ ഉരുണ്ട് വരണം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് എണ്ണ തടവി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹൽവയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ഹൽവ ഇനി ഈ ഒരു പാത്രത്തിൽ ഇരുന്ന് നന്നായിട്ട് തണുത്ത് സെറ്റാവണം. അപ്പോഴാണ് ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുക. അപ്പോൾ നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 1-2 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് തണുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. നന്നായിട്ട് തണുത്തിട്ടുണ്ട്, പക്ഷേ എന്നാലും ഒരുപാടൊക്കെ തണുത്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പാത്രത്തിൽ നിന്ന് തന്നെ അത് ഇളകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല വ്യത്യസ്ത ടേസ്റ്റിലുള്ള ഒരു ടേസ്റ്റി ഹൽവ തന്നെയാണ്. അപ്പോൾ എന്തായാലും റവ വെച്ചിട്ട് ഇതുവരെ ഹൽവ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ കളറ് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ കുറച്ച് ചൂടുള്ളത് കൊണ്ടാണ് ഇത് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് കുറച്ച് ഇത്. അപ്പോൾ നന്നായിട്ട് തണുത്തവരാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വളരെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റവ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക്